അസ്സലാമു അലൈക്കും. ഹുസൈന ഉബൈദ് എന്ന നമ്മളെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയുണ്ട്. അപ്പോൾ വീട്ടിലൊരു കുഞ്ഞ് സൽക്കാരുണ്ട്. അപ്പോൾ ഇക്ക പോകാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ 2-3 സ്ഥലങ്ങളിലൊക്കെ ഇക്കാൻ്റെ ജ്യേഷ്ഠന്മാരെ വീട്ടിലും അങ്ങനെയൊക്കെ പോകാനുണ്ട്. ഞങ്ങൾ പോവുകയാണ്. ഹോസ്പിറ്റലിലത്തെ കുറേ ബില്ലും കാര്യങ്ങളൊക്കെ പ്രവാസികൾക്കൊരു എന്താ പറയുക, അസുഖം വന്നവർക്കൊക്കെ എന്തോ ഒരു ഫണ്ട് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് അക്ഷയ കൊണ്ടേ കൊടുക്കണം. 2-3 സ്ഥലങ്ങളിലൊക്കെ പോകാണ്ട്, എൻ്റെ വീട്ടിലൊക്കെ പോകാണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ഒരു വണ്ടി കഴുകുകയാണ്. അവിടെ നിന്നൊക്കെ കഴുകി വന്നാൽ പോരെ. എന്തായിരുന്നേ മഴ? ഇന്നലെ ഒന്ന് മഴ ചെറുതായിട്ട് കയറിയിരുന്നു. പോവാനായിക്കണ് കേട്ടോ, പോവാനായിക്കണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലും എനക്കാൻ്റെ പെങ്ങന്മാരുടെ വീട്ടിലും ജ്യേഷ്ഠന്മാരുടെ വീട്ടിലൊക്കെ ഒന്ന് ഞങ്ങളങ്ങനെ പോവുകയാണ്. കുറേ നിന്നിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഒരു സങ്കടമാണല്ലേ. ഒരു ഭാഗം അങ്ങോട്ട് ചിന്തിക്കണില്ല. ഇപ്പോൾ 6 മാസം നിന്നില്ല, എന്നെ സുഖമില്ലാതായിട്ട് അങ്ങനെ വന്നതാണ്. ഇപ്പൊക്കെ അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒക്കെ ഭേദമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ടുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് വരട്ടെ ഇൻഷാ അല്ലാഹ്. എന്നോട് പറയട്ടെ. ഞങ്ങൾ പോയി വരാട്ടാ. അസ്സലാമു അലൈക്കും. പോയി വരാട്ടാ, പോയി വരാം. അസ്സലാമു അലൈക്കും. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത്താ എന്താണ് ലൈവ് ഇടാത്തത്, ലൈവിൽ വരുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് കുറച്ച് ഒരാഴ്ചയും കൂടി കഴിയട്ടെ, ഞാൻ ലൈവിലൊക്കെ വരാം കേട്ടോ, ഫ്രീ ആയിട്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ നമ്മളെ ഫാമിലിയിലുള്ളവർക്കും നമ്മളെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ടും ഉണ്ട്. ഇനി നിങ്ങളെ സപ്പോർട്ടും സപ്പോർട്ടൊക്കെ നമ്മൾക്ക് വേണം, അതാണ് നമ്മൾ പ്രതീക്ഷ. പിന്നെന്താ, പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ നമ്മൾക്ക് വേണം കേട്ടോ. ഇപ്പോൾ അതെ നമ്മളെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളെ വീട്ടിലേക്ക് പോകുന്നിടത്ത് കുറേ പള്ളികളൊക്കെ ഉണ്ട്, ഒരു ജാറൊക്കെ ഉണ്ട്. എല്ലാവരും കേട്ടിക്കണമെന്നറിയില്ല, കൂട്ടായി നെച്ചിക്കാട്ടിൽ ജാറോ, അതൊക്കെ നമ്മളെ വീട്ടിലേക്ക് പോകുന്നിടത്താണ്. അപ്പോൾ ഈ ഒരു ഇത് കാണുന്നത് ഈ സ്കൂള് ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഈ ഒരു ഇത് പിന്നെ +1 +2 വരുന്ന ഈ ഒരു കാണുന്നതാണ് 7 മുതൽ 10 വരെയുള്ള, 5 മുതൽ 10 വരെ ആ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മണലാണേ, മണൽ പ്രദേശമാണ്. ഇപ്പോൾ ഇപ്പോൾ ഒരു കാലാവസ്ഥ എന്താണ്, തണുപ്പില്ല, അല്ലാതെ തണുപ്പില്ല എന്നല്ല, നല്ല തണുപ്പാണ്. പിന്നെ ചൂട് തീരില്ല അല്ലേ, പിന്നെ ഒരു കാറ്റ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥ. പിന്നെ മഴ ചെറുതായിട്ട് അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോഴൊന്നും മഴയൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ എത്തി, ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്ത് മഴയൊക്കെ നല്ല പോലെ പെയ്തിന്ന് കേട്ടോ. മോള് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കുഞ്ഞ് സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഇപ്പോൾ ഇതാ ഞാൻ എന്നിട്ട് ബെല്ലൊക്കെ അടിച്ചപ്പോൾ അമ്മ കിച്ചണിലായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് അമ്മ ഗ്രിൽസൊക്കെ തുറന്നു വന്നു. ഇപ്പോൾ നമ്മളെ മാവിൽ 2 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ടെറസിൻ്റെ മേലേക്ക് വേറൊരു മാവ് കൂടി ഉണ്ട്, അതിൽ നല്ലപോലെ മാങ്ങ ഉണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വന്നപാട് ജ്യൂസൊക്കെ കുടിച്ച് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കാനിരുന്നത്. പിന്നെ ഇക്കാക്ക് ബിരിയാണി, നെയ്ച്ചോറ്, മന്തി അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ നമ്മളെ സാദാ ചോറ്, മീൻ കറി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഉമ്മാക്ക് മീൻ കിട്ടിയിട്ടില്ല. അപ്പം ഉമ്മ പിന്നെന്താ ചിക്കൻ വാങ്ങി ഫ്രൈ ചെയ്ത് ഗ്രേവി ആക്കി, പിന്നെ പച്ചക്കറി, ഉപ്പേരി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെന്താ, പിന്നെ അന്ന് മീൻ ഈ കടലിൽ നമ്മളെ അടുത്ത് നല്ല ഐസ് ഇടാത്ത മീനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ, കടൽ അടുത്തായതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ തണുപ്പും കാറ്റും അങ്ങനെയൊക്കെ ഉള്ള കാരണം മീനിന് പിടിക്കാൻ ആൾക്കാർ പോയിട്ടില്ല. പിന്നെ ഐസ് ഇട്ട മീനൊക്കെ ഉണ്ടാവും, അത് പിന്നെ നമ്മൾ വാങ്ങൂല കേട്ടോ. നല്ല ഫ്രഷ് മീൻ മാത്രമേ അവിടെ വാങ്ങുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് എൻ്റെ ഉമ്മാനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നമ്മളെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട് നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്, മൂത്തമ്മാൻ്റെ വീട്. അപ്പോൾ മൂത്തമ്മാൻ്റെ അടുത്ത് പിന്നെ ഞങ്ങളൊന്ന് പോയി, അതൊന്നും പിന്നെ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. മൂത്തമ്മാൻ്റെ അടുത്ത് പോയി അങ്ങനെ വന്ന് ഇപ്പോൾ കണ്ടില്ലേ മഴ. ഇപ്പോൾ ഞങ്ങൾ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇവിടെയൊക്കെ നല്ല ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. നല്ല അങ്ങനെ എന്താ പറയുക, നല്ലൊരു ചാറ്റൽ മഴയാണ്, എന്നാലും നല്ല
വെള്ളമുള്ള പിന്നെ തണുപ്പും ഒക്കെ അല്ലേ. അപ്പോൾ ഈ മഴ ഇതൊക്കെ പെയ്തപ്പോൾ അങ്ങനെ ഭയങ്കര ഇത്. ഇപ്പോൾ ഇതാ കുട്ടികളവിടെ നല്ല ഫുട്ബോൾ മത്സരം ഉണ്ട് കേട്ടോ, കളിക്കണം. ഞങ്ങൾ പോകുമ്പോഴും ഉണ്ടായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴും മഴ കൊണ്ട് കളിക്കണം കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഹരത്തിലാണ്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.